സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു. ശാസ്താംകോട്ടയിലെ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഓമനയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും രോഗവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. പെൻഷൻ കിട്ടുമെന്ന് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ച് കിട്ടുന്നില്ല, 6 മാസം കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കശുവണ്ടി തൊഴിലാളിയായ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. വൈ ഷാജഹാൻ, തുണ്ടൽ നൌഷാദ്, ഷാനവാസ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഇത് അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട് ഓമനയമ്മ എന്ന് പറയുന്ന 84 വയസ്സുള്ള ഒരമ്മ ആത്മഹത്യ ചെയ്തിരിക്കും. ഇത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ആത്മഹത്യയുടെ ബലിനിരങ്ങളിൽ അതിദരിദ്രര് പോലും ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവുകയാണ്. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നതിനു ശേഷം പാവപ്പെട്ടവനെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരായിട്ടുള്ള അമ്മ മരുന്ന് വാങ്ങാൻ ഭക്ഷണം കിട്ടാതെ മരണപ്പെടുമ്പോഴാണ് ഇതേ ശാസ്താംകോട്ട പഞ്ചായത്തിൽ കാരണഭൂതൻ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പഞ്ചായത്തിന്റെ ഫണ്ടെടുത്ത് ദൂർത്തടിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കരിന്തോട്ടുവ കുഴിക്കരിക്കത്തിൽ ബിന്ദു ഭവനത്തിൽ 74-കാരിയായ ഓമന കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആത്മഹത്യ ചെയ്തത്. മരം കയറ്റ തൊഴിലാളിയായിരുന്ന ഭർത്താവ് വേലായുധൻ രോഗാവസ്ഥയിലായതിനാൽ 5 വർഷമായി കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ചായ ഇട്ടു അരി വെക്കണമെന്ന് പറഞ്ഞിട്ട് പോരുന്ന ദൂരം മാത്രം. പിന്നെ ഞാൻ കാണുന്ന തൂങ്ങി നിൽക്കുന്നതായിട്ട് 4 മണിക്ക് മുമ്പാണ്. എനിക്ക് സുഖമില്ലാതെ 5 വർഷം കൊണ്ട് ഞാൻ വീട്ടിൽ പോകും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പെൻഷൻ കിട്ടുമെന്ന് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ച് കിട്ടുന്നില്ല, 6 മാസം കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സർക്കാരിൽ നിന്നും ഇരുവർക്കും ലഭിച്ചിരുന്ന പെൻഷനും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അതിദരിദ്ര കുടുംബങ്ങൾക്ക് അനുവദിക്കുന്ന തുച്ഛമായ സഹായവും മാത്രമായിരുന്നു ആശ്രയം. പെൻഷൻ മുടങ്ങിയതോടെ ഇവർ ഏറെ പ്രതിസന്ധിയിലായി. 2 മക്കളിൽ ഒരാളുടെ ഭർത്താവ് അർബുദ രോഗബാധിതനാണ്. ഇളയ മകളുടെ ഭർത്താവ് ഹൃദ്രോഗിയുമാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു കുടുംബം. അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് കാണും, പെൻഷൻ കിട്ടുന്നില്ല, അവർക്ക് കാശിന് ബുദ്ധിമുട്ട് കാണും. ആരുമില്ല, ഞങ്ങളെ കൊണ്ട് ആർക്കും സഹായിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അസുഖമുള്ള കാര്യം ഞങ്ങൾ ഇന്നലെ അറിയുന്നത്. അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു. അസുഖം ഇന്നലെ ഓരോ കൂട്ടുകാർ വന്നപ്പോ പറയുന്നത് അമ്മയ്ക്ക് ഗർഭാത്രത്തിന് അസുഖം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ബ്ലീഡിംഗ് ആയിരുന്നു. പക്ഷെ അത് മക്കളോട് പറയാനുള്ള മക്കൾക്ക് സാഹചര്യം ഇല്ല അമ്മയെ നോക്കാനുള്ള. അമ്മയുടെ ഭർത്താവ് വീണ് നടക്കുക. ഇത് എന്തൊരു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം രോഗാവസ്ഥയും ജീവനൊടുക്കാൻ കാരണമായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.